ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യ വീണ കിച്ചുവിൻ്റെ ഇന്നലത്തെ ലൈവിന് ശേഷം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലൈവ് എന്റെ അമ്മയുടെ സിസ്റ്റർ എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ലൈവ് കണ്ടത്. ഞാൻ സ്ഥലത്തില്ല, ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഞാൻ തിരിച്ചു പോകുന്നു പറഞ്ഞായിരുന്നു. അതെ അതെ, ഞാൻ അവിടെയാണ്. അപ്പൊ എനിക്ക് ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു വീഡിയോ കൊടുക്കാനായിട്ട്, എനിക്ക് വീഡിയോ കൊടുക്കാൻ താല്പര്യമില്ല. എന്നാലും നമ്മൾ കണ്ട സ്ഥിതിക്ക് പറയേണ്ടത് പറയണമല്ലോ. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ സഹോദരങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ അവരുടെ അടുത്ത് ഇനിയിപ്പം രേണു ഫാൻസ് കത്തി കയറിക്കൊണ്ട് ചെല്ലും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ രാത്രി വിളിച്ചത് ചേട്ടനെ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചുവിന്റെ ലൈവ് ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നു ഞാനും പുതിയതായിട്ട് 24 മണിക്കൂറും വഴക്കായിരുന്നു. രാത്രി 2 മണിക്ക് 1 മണിക്കൊക്കെ ഒരു കുടുംബ വീട്ടിൽ പോയിട്ടുണ്ട്. ശരിയാണ്, ശ്രമമാണ്. കിച്ചു പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം അതിനൊരു കാരണമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾ തുണിയൊക്കെ തേച്ച് കൊച്ചിനെയൊക്കെ ഒരുക്കി നമ്മൾ എന്നോട് പറയണം അമൃതയിൽ ഒരു ഷൂട്ടുണ്ട്, ഞാൻ ഷൂട്ടിന് പോയിട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ അമൃതയിൽ ഷൂട്ടിന് പോകാതെ പുള്ളിയുടെ മുൻ ഭാര്യയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കണോ വേണ്ടത്? അങ്ങനെ ഈ കിച്ചുവിനെയും കൊണ്ട് സുധിച്ചേട്ടൻ അമൃതയിൽ ഒരു ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നേരെ പോയത് ഈ ശാലിനിയുടെ വീട്ടിൽ. ശാലിനിയുടെ വീട്ടിൽ ഇവരെ തമ്പാനൂരിൽ നിന്ന് വന്ന് വിളിച്ചോണ്ട് പോയത്, ഇവരെ കൊണ്ടാക്കിയ വ്യക്തി ഇവരെ കൊണ്ടാക്കി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ എന്നെ കോൾ ചെയ്തു. ആൾ ജീവിച്ചിരിപ്പുണ്ട്. ആൾ ചിലപ്പോൾ ഈ വോയിസ് കേൾക്കുന്നുണ്ടായിരിക്കും. ഇത് എന്റെ കോൺടാക്ട് നമ്പർ ആളുടെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇവരുമായിട്ടൊന്നും കോൺടാക്ട് ഇല്ല ഇപ്പൊ. അപ്പൊ ഒരു കാലത്ത് നമ്മളെല്ലാം ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഇവരുമായിട്ടൊന്നും എനിക്ക് കോൺടാക്ട് ഇല്ല. അപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു ഇതാണ് വീണേനല്ല, എന്നെ അവർ വിളിക്കുന്നത് ശിഖയെന്നാണ് കേട്ടോ. ശിഖെ, സുധിയാണ് എന്റെ പോക്ക് ശരിയല്ല കേട്ടോ മക്കളെ. ഞാൻ ചോദിച്ച എന്താ കാര്യം ചേട്ടാ ഇപ്പൊ പറയാൻ എന്താ അങ്ങനെ കാര്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, സുധിയാണെന്നും കിച്ചു വന്നിരിക്കുന്നത് ശാലിനിയുടെ വീട്ടിലാണ്. ഞാൻ സുധിയാനായിട്ട് ഉടക്കിയാണ് ഇറങ്ങിയിരിക്കുന്നത്. അതെ അതെ അതൊന്നും അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ചേട്ടാ. എന്നോട് പറഞ്ഞ അമൃതയിൽ ഷൂട്ടിന് പോവാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു കിച്ചുവിനെ എന്തിനാ കൊണ്ടുവന്ന് ചോദിച്ചോ, പറഞ്ഞു അവനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു. അവനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അന്നേരം ഞാനും കൂടി വരട്ടെ എന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, നീ വരണ്ടെന്ന് പറഞ്ഞു. നീ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പോയില്ല. എനിക്കാണെങ്കിൽ നമ്മളിങ്ങനെ ചോദിക്കുമ്പം വരണ്ടെന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ എനിക്ക് പിന്നെ ഭയങ്കര ഫീൽ ചെയ്യും. ഞാൻ പിന്നെ എന്നെ പിന്നെ വിളിച്ചാലും ഞാൻ പോകത്തില്ല. അതിന്റെ പേരിൽ അപ്പോഴൊന്നും വഴക്കുണ്ടായില്ല. ഞാൻ ചോദിച്ചൊന്നുമില്ല, അന്നേരം ചോദിച്ചില്ല. ഇത് പിറ്റേ ദിവസമാണ് വരുന്നത്. അപ്പൊ പിറ്റേ ദിവസം വരുത്തോളെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. പിറ്റേ ദിവസം വന്ന് നേരെ കിച്ചുവിനെയും കൊണ്ട് അവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് എന്റെ പോളത്തോട് വീട്ടിലേക്ക് വന്നു. അവിടെ ഞാനും എന്റെ അമ്മയും സുവിചാരന്മാരും താമസിച്ചുകൊണ്ടിരുന്നത്. കിച്ചു കുടുംബത്തെ വീട്ടുകാരും താമസിച്ചുകൊണ്ടിരുന്നത്. കിച്ചു കുടുംബത്തെ തന്നെ. ഇടയ്ക്കൊക്കെ ഞാൻ പോകും, കാണും, എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. ഇതിലിപ്പോ വീണ സമ്മതിക്കുന്നുണ്ട് അവര് തമ്മിൽ വഴക്ക് ഉണ്ടാവാറുണ്ടെന്ന്. പിന്നെ അതിൻ്റെ മെയിൻ കാരണങ്ങൾ, പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കാരണമായിട്ട് ഇപ്പോൾ എടുത്തു പറയുന്നത്, അവർ പിന്നെ അമൃതയിൽ ഷൂട്ടിംഗ് ഉണ്ടെന്നും പറഞ്ഞ് കൊച്ചിനെ, അതായത് ഈ കിച്ചുവിനെയായിട്ട് നേരെ മുൻ ഭാര്യയുടെ അടുത്ത് പോയി എന്നാണ് വീണ വെളിപ്പെടുത്തുന്നത്. അതെന്താ കഥയെന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. അവർ സെപ്പറേറ്റഡ് ആയതായിരുന്നു. വീണ്ടും സുധി അവിടെ പോകുന്നുണ്ടായിരുന്നു. അതിനെ ചൊല്ലിയാണ് തർക്കങ്ങളെല്ലാം ഉണ്ടായേക്കുന്നതും വഴക്കുണ്ടായേക്കുന്നതും എന്നാണ് ഈ വീണ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ സുധിക്ക് അതിനുശേഷം അവരുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽപ്പുണ്ട്. ബാക്കി അല്ലാതെ കിച്ചു അന്ന് മുതൽ അവിടെ തന്നെയാണ് താമസിച്ചോണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഒരു വീട്ടിൽ വന്ന് എന്താന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു പത്തി സുചാര എവിടെ പോയെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് മുഖത്ത് പോയി കള്ളം പറഞ്ഞു, അമൃതയിൽ ഷൂട്ടിന് പോയതാ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലുമല്ല, സുചാര ശാലിനി എടുത്ത് പോയല്ലേ എന്ന് ചോദിച്ചു. അതിന് മുന്നേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ടൈമില് ഞാനും ശാലിനിയുടെ പേരും പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് നല്ല വഴക്കുണ്ടായിട്ടുണ്ട്. കാരണം ശാലിനിക്ക് ഇഷ്ടംപോലെ കാശ് കൊടുത്തിട്ടുണ്ട് സുചാര. ശാലിനി ചോദിക്കും, ശാലിനിയുടെ അക്കൗണ്ടിൽ ബാങ്കിൽ പോയാൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ പേഴ്സിന്റെ സ്ലിപ്പ് കാണും. അപ്പൊ അത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പോഴും ആ വഴക്കുണ്ടാക്കി ചിലപ്പം ഒരു ദിവസമൊക്കെ തുടങ്ങിയിരിക്കും, പിന്നെ വീണ്ടും ഈ പറയുന്നോട്ട് ഞാനോട്ട് വഴക്കുണ്ടാക്കി എന്നെ ചീത്തയും വിളിച്ച് വഴക്കുണ്ടാക്കി നേരെ കുടുംബത്തെ വീട്ടിൽ പോകും. ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം കുടുംബത്തെ വീട്ടിൽ നിൽക്കും. ഞാനും വിളിക്കാൻ പോകത്തില്ല. 3-ാം ദിവസം വരും വീട്ടിലേക്ക്. കുറെ തക്കാളിയും പച്ചക്കറിയും കുറെ മീനും ഒക്കെ മേടിച്ചോണ്ട് വരും സോപ്പിടാനായിട്ട്. പിന്നെ അമ്മയും പറയാം പോട്ടെ, നീ പോട്ടെ എന്ന് പറയും. ഞാൻ അതിന്റെ പേര് വഴക്കുണ്ടാക്കണ്ട, പോട്ടെ എന്ന് പറഞ്ഞാൽ അത് കളയും. പിന്നെ വീണ്ടും നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കും. അല്ലാതെ ഈ കിച്ചു പറയുന്നത് വഴക്കുണ്ടാക്കി അവരെ വീട്ടിൽ പോയി ജീവിതകാലം മുഴുവൻ നിന്നിട്ടില്ല സുധി. രേണുവിന്റെ പേരിലല്ല അവിടെ വഴക്ക് നടന്നിരിക്കുന്നത് എന്നുള്ളൊരു ഇത് ഞാൻ കേട്ടു. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അല്ല, രേണുവിന്റെ പേരിലൊക്കെ അവസാന നിമിഷമാണ് വഴക്കുണ്ടാകുന്നത്.
ഇതിനകത്ത് രേണുവിൻ്റെ പേരിൽ ഇവർ പോകെ പോകെ അവസാന സമയത്തൊക്കെയാണ് വഴക്കിലേക്ക് എത്തുന്നത്. അത് നമ്മൾ നേരത്തെ അറിഞ്ഞാന്നല്ലോ, മെസ്സേജ് ചാറ്റൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ആയി അതാണ് പിരിയാൻ കാരണം എന്നുള്ളതൊക്കെ അത് നേരത്തെ നമ്മൾ അറിഞ്ഞതാണ്. ഇതിപ്പം ആദ്യ ഭാര്യ അവരിപ്പം മരിച്ചു പോയെന്ന് അറിയുന്നത്, അവരെക്കുറിച്ച് മോശമായിട്ട് നമ്മളൊന്നും പറയുമല്ല. ആദ്യ ഭാര്യ ഉണ്ടായിരുന്നല്ലോ, കണക്ഷന് ഈ സുധിക്ക് രണ്ടാമത് കെട്ടിയ ശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കാശ് ചോദിക്കുമ്പോഴൊക്കെ അയച്ചു കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിനെ ചൊല്ലി ഈ വീണയും സുധിയും തമ്മിൽ വഴക്ക് സ്ഥിരമായിരുന്നു. അതാണ് അവർ ഈ ഇതിൽ പറയുന്നത്. ബാക്കി കേൾക്കാം. ഒരുപാട് പെമ്പിള്ളാരെ പേര് ഞങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടം പോലെ പെമ്പിള്ളാരെ പേര് ഉണ്ടാക്കിയിട്ടുണ്ട് വഴക്ക്. എനിക്കൊരു ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അതൊന്നും സുധിയുടെ വീട്ടുകാർക്കോ കിച്ചുവിനൊന്നും അറിയത്തില്ല. ഞങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കുന്ന പിള്ളേർക്കും അതുപോലെ എന്റെ അമ്മയ്ക്കൊക്കെ അറിയത്തുള്ളൂ ഈ കാര്യം. അപ്പൊ തിരുവനന്തപുരത്തെങ്ങാണ്ടും ഒരു കൊച്ചിനെ കൊണ്ടുവന്നു. സുധിയുടെ കെയറോഫിൽ തന്നെയാണ് വിളിച്ചുകൊണ്ട് വന്നത്. സുധി എവിടെ പോയാലും അധികം വയസ്സൊന്നുമില്ല ആ കൊച്ചിന്. സുധി എവിടെ പോയാലും സുധിയുടെ വണ്ടിയുടെ ബാക്കിൽ ഈ കൊച്ചുണ്ട്, ഈ പെങ്കൊച്ചുണ്ട്. അങ്ങനെ ഈ കൊച്ചിനെ ഞാനാണ് പറഞ്ഞു വിട്ടത്. അതിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ കൊച്ചിനെ ഞാനാണ് പറഞ്ഞു വിട്ടത്. കൂടെ പ്രോഗ്രാം ചെയ്യുന്ന പിള്ളേർ പറഞ്ഞു, ചേച്ചി ഇത് ശരിയല്ല, ഇങ്ങനെയാണ്. അത് സൂചാനുമായിട്ട് കമ്പനിയൊക്കെ ആയിരിക്കും, സൂചാന്റെ കെയർ ഓഫിലായിരിക്കും വന്നിരിക്കുന്നത്. ബാക്കി ഇത്രയും പെമ്പിള്ളേർ ഇവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടാണെന്ന് പയ്യന്മാര് പറഞ്ഞു. കൂടെ പ്രോഗ്രാം ചെയ്യുന്ന പയ്യന്മാര് പറഞ്ഞു. അങ്ങനെയാണ് ആ കൊച്ചിനെ ഞാനായിട്ടാണ് പറഞ്ഞു വിടുന്നത്. അതിന് നിൽക്കണ്ടെന്നും പറഞ്ഞിട്ട് ആ ഒരു വിഷയം കിടപ്പുണ്ട്. അല്ലാതെ ഒരുപാട് വിഷയമുണ്ട് ചേട്ടാ. ഞാൻ അന്നും പറഞ്ഞില്ല, ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നാട്ടുകാർ എന്നെ എടുത്ത് കൊടുക്കും. കത്ത് കഴിഞ്ഞിട്ടാണോ നീ പറയുന്നത്, കത്ത മനുഷ്യനെയാണോ ഈ പറയുന്നതൊക്കെ ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ എന്തുവാ, വിവാഹ വാഗ്ദാനം നൽകി പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടാൻ വരെ പെമ്പിള്ളാർ ഒരുങ്ങി തയ്യാറെടുത്ത് നിന്നിട്ടുണ്ട്. ആ കഥകളൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു ന്യൂസ് ഞങ്ങൾ ഈ ഷൂട്ടിന് വരുന്ന സമയത്ത് ഞങ്ങളവിടെ ചോദിച്ചു വന്നപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞായിരുന്നു. എങ്ങനെ അറിഞ്ഞായിരുന്നു? അത് സത്യമാണോ? സത്യമാണ്. ഞാനുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് വീട്ടിൽ നിന്ന ചേട്ടൻ, ഞാൻ വേണമെങ്കിൽ അവരെ നീതിക്ക് മുന്നിൽ കൊണ്ടുവന്ന് അയാളെ കൊണ്ട് പറയിപ്പിക്കാം. അവരൊക്കെ പറയാൻ തയ്യാറെടുത്ത് നിൽക്കുമായിരുന്നു. ഞാനാണ് പറഞ്ഞത്, ചേട്ടാ വളർന്നു വരുന്നൊരു മകനുണ്ട് അയാൾക്ക്. അല്ല, ഈ പാലത്തിന്റെ മുകളിൽ നിന്ന് ഒരു കുട്ടി ചാടാൻ പോയെന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ, അതും ഈ പ്രശ്നമായിരുന്നോ? ഇങ്ങനെ എന്താ നിങ്ങൾ തമ്മിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. ഓ, അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയാണ് എനിക്ക് ഓർക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഫസ്റ്റ് ട്രിപ്പിന് പോകുന്നത്. ആ ഒരു ടൈം ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. എനിക്കൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ സത്യത്തിൽ ഈ കാര്യം അറിയുന്നത് എപ്പോഴാണെന്ന് അറിയാവോ? കഴിഞ്ഞ മാസമാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. എങ്ങനത്തെ സംഭവം? ഈ മരിക്കാൻ പോയെന്നുള്ളതോ? അല്ല, മരിക്കാൻ പോയ കഥയൊക്കെ. ഈ പെണ്ണ് ചാടാൻ പോയതൊക്കെ ഞാൻ കഴിഞ്ഞ മാസമാണ് അറിയുന്നത്. കഴിഞ്ഞ മാസം ഞങ്ങൾ 4 പേരും കൂടി ഒരു സ്റ്റുഡിയോയിൽ ഇരിക്കുമായിരുന്നു. ആ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോഴാണ് ഈ കഥകളൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോഴാണ് ഈ എന്റെ രേണുവിന്റെ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോഴാണ്, അതും സുധിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, എന്നെ ഏറ്റവും അടുത്ത് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പുള്ളി ലാസ്റ്റ് പറഞ്ഞു, എന്റെ പെങ്ങളുടെ ജീവിതം തകർക്കരുത്, ഞാൻ അവളെ എന്റെ പെങ്ങളെ പോലെയാണ് കാണുന്നത്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്നാ പുള്ളി പറഞ്ഞു. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. ഈ പുള്ളി ഈ സുധിയുടെ ഫ്രണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ പുള്ളി കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത്. ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം, നീ ഇപ്പൊ സമാധാനമായിട്ട് കയറാം, നീ വീട്ടിൽ പോകാൻ പറഞ്ഞു. ഇവള് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് ഇവള് കയറി ബസ് കയറി പോവുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ സുധിയെ വിളിക്കാം. സുധി ഒട്ടും കളിക്കില്ല. ഈ പുള്ളിയുടെ നമ്പർ കൊടുത്തവർക്ക് സുധി കൈ ഒഴിഞ്ഞു. ചേട്ടാ, ഈ പറയുന്നവരൊക്കെ ഇന്ന് വേണമെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ്, മനസ്സിലായോ? പക്ഷെ ഞാൻ അവരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുവാണ്. നിങ്ങളതൊന്നും ചെയ്യരുത്. ഒരു പ്രായമായ ഒരു ചെറുക്കൻ, അവന് നാളെ കല്യാണം കഴിക്കേണ്ടതാണ്. ഞാൻ അവനെ കുറിച്ച് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ മോശമായിട്ട് പറയുന്നത് കണ്ടിട്ടുണ്ടോ? കാരണം ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവന്റെ പേര് മനഃപൂർവ്വം ഞാൻ വലിച്ചഴക്കാത്തതാണ്. അതിനകത്ത് മാക്സിമം ഞാൻ വലിച്ചഴക്കാതെ. ചേട്ടൻ തന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ ആ കാര്യം. ചേട്ടാ വിട് എന്നാണ് ഞാൻ പറഞ്ഞത്. അവന്റെ പേര് വലിച്ചഴക്കാൻ താല്പര്യമില്ലാന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവന്റെ അമ്മയും അച്ഛനെയും കെയർ ചെയ്യേണ്ട അവന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ അവന് ഒരു അനിയൻ കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ അവന് നോക്കണം. ചിലപ്പോൾ അവളെ കുറിച്ച് കുറ്റങ്ങൾ പറയുമ്പോഴോ ഇല്ലെങ്കിൽ ഇല്ലാത്ത പറയുമ്പോഴോ ആ കുഞ്ഞിനെ ചിലപ്പോൾ അവന് കാണാൻ പറ്റത്തില്ലായിരിക്കും. അവന്റെ സാഹചര്യമാണ്. ഞാൻ അവനെ ഒരിക്കലും കുറ്റം പറയുന്നില്ല, ഞാൻ കുറ്റം പറയത്തില്ല. എന്റെ മോനായിട്ടാണ് രേണുവിന്റെ മകനായത്. ഞാനല്ലേ ഇപ്പം കിച്ചുവിന്റെ ഏതൊക്കെ എന്തോ അയച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ക്ലിപ്പിംഗ്സ് അല്ലേ അയച്ചെന്ന് പറഞ്ഞത്. അതല്ല ഞാൻ പറയട്ടെ, ഈ പറയുന്നത് എന്റെ മകനാ എന്നെ അമ്മയെ വിളിച്ചത്. ഞാൻ അവനെ നോക്കിയിട്ടില്ലെങ്കിൽ പോലും. അത് കഴിഞ്ഞിട്ടല്ലേ അവിടെ പിന്നെ എന്തുവാ രേണു വന്നത്. അതിന് മുമ്പ് ഇന്ദു എന്ന് പറയുന്ന ആളെ ആദ്യം നോക്കിക്കൊണ്ടിരുന്നു പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ഇന്ദു ചേച്ചി ഞാൻ കാണുന്നത് ആദ്യം ഏഷ്യനെറ്റ് വെച്ചിട്ടാണ്.
ഇന്ത്യ ചേച്ചി ഞാൻ കാണുന്നത് ഈ ഞങ്ങൾ ഏഷ്യൻസിൽ കോമഡി സ്റ്റാർച്ച് നിൽക്കുമ്പോൾ ഞാൻ സുചേട്ടനും കൂടെ ഫുഡ് കഴിക്കുന്ന ഹാളിൽ കൂടി ഇങ്ങനെ നടന്നു വരുമായിരുന്നു. നടന്നു വന്നപ്പോഴത്തേന് സുചേട്ടൻ എന്റെ തോളെ കൈയൊക്കെ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പൊ ഇന്ത്യ ചേച്ചി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴ് പുള്ളിക്കാരത്തി എടുത്തു കൊണ്ടത് ഞങ്ങൾ രണ്ടുപേരെയും കൈ ഇങ്ങനെ ഇന്ത്യ ഫുഡ് കഴിച്ചപ്പം ഇടത്തെ കൈയാണ് എന്നെ കൊണ്ട് പിടിപ്പിച്ചിട്ട് പറഞ്ഞ് ഇത് എന്റെ ഭാര്യയാണ്, ഇത് എന്റെ പെങ്ങളാണെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് പുള്ളി കൊണ്ടത് പരിചയപ്പെടുന്നത്. ഈ അമ്മയെന്ന് വിളിച്ചത് ആദ്യമായിട്ട് വീണ എന്നല്ലേ പറഞ്ഞത്? അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അങ്ങനല്ല, സുധി കല്യാണം കഴിച്ചതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ ചേച്ചി കല്യാണം കഴിച്ചിട്ടില്ല, അവര് സിസ്റ്റർ ആൻഡ് ബ്രദറായിട്ടാണ് ജീവിച്ചത്. എനിക്ക് അങ്ങനെ അതിനെ കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല, കാരണം അതൊക്കെ ഞാൻ വരുന്നതിനൊക്കെ മുന്നെയാണ്. എനിക്ക് പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ അതിനെ കുറിച്ച്. ഇന്ത്യ ചേച്ചിയും പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരനും പറഞ്ഞിട്ടുണ്ട് എന്നോട്. അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ശ്രീകാന്തേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പുള്ളി അറിയാവുന്ന എല്ലാ കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് വിചിത്രാജ് പുള്ളിക്കാരത്തിയാണ് നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര നാൾ നോക്കിയെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്ത്യ ചേച്ചി. ഇത് ഈ വിഷയം അല്ലാതെ ഈ കിച്ചു പറയുന്ന അനുസരിച്ച് നിങ്ങൾ അവിടെ വഴക്കുണ്ടാക്കി എന്നുള്ളൊരു രീതിയിൽ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പം സ്ഥിരമായിട്ട് അവിടെ ഒരു വഴക്ക് കണ്ടത് കൊണ്ടാണോ? അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, കിച്ചു നിങ്ങളുടെ കൂടെ ആണോ താമസം എന്ന് ഞാൻ ചോദിച്ചത്. മനസ്സിലായി? അല്ല, കിച്ചു കണ്ടിട്ടില്ല ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നതൊന്നും. പിന്നെ കിച്ചുവിന് അറിയില്ല. പിന്നെ പറയാൻ കാര്യം കിച്ചുവിന് അറിയില്ല, എന്താ കാര്യമൊന്നും അറിയില്ല. കിച്ചു അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇവിടുത്തെ വീട്ടിലായിരുന്നു, അച്ഛൻ 1 മണിക്കൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ കുടുംബ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കിച്ചു. കിച്ചു പറയുന്നുണ്ട്. അതപ്പം കേൾക്കുന്നവർ വിചാരിക്കും നിങ്ങൾ ഭയങ്കര വഴക്കും അടിയും ബഹളവും ഒക്കെ ആയിരുന്നു എന്ന് ഇല്ലേ പറയത്തുള്ളൂ. അല്ല, ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ ചേട്ടാ, ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല. എനിക്ക് നടന്ന കാര്യം നിഷേധിക്കേണ്ട ആവശ്യം എന്താണ്? ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഞാനുമായിട്ട്. ആദ്യം തുടക്കത്തിൽ തന്നെ ചാഞ്ഞി ഈ ഒരു പൈസ കൊടുപ്പും ഇവിടെ പോയി കാണലും അവളെ വീട്ടിൽ തങ്ങലും കുട്ടിപ്പോക്കും ഒക്കെ ഞാൻ ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. കാരണം എനിക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അതുകൊണ്ട് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. ഞാൻ അതിന്റെ പേര് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചാലിനെ വിളിച്ച് ഞാൻ നേരിട്ട് സംസാരിച്ചു, നിനക്ക് നിന്റെ മോനാണ് കാണണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നീ എന്നെ വിളിച്ച് പറയുമ്പോൾ ഞാനും സുധിയും കിച്ചും കൂടി കൊണ്ടുവന്ന് നിന്നെ കാണിക്കും. തിരുവനന്തപുരത്തോ കൊല്ലത്തോ എവിടെ നിനക്ക് എപ്പോ കാണോ തോന്നിയാലും ഞാൻ കൊണ്ട് കാണിക്കും. അതൊന്നും നീ വിഷമിക്കണ്ട എന്നെല്ലാം പറഞ്ഞ് പിന്നെ സുധി പൈസ ഇട്ട് കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ചിലപ്പോൾ ഇട്ട് കൊടുത്തിട്ട് അത് പലിശ കളഞ്ഞാലും മതിയല്ലോ. പിന്നെ വഴക്കൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേന് നല്ല വഴക്കായപ്പോഴത്തേന് പിന്നെ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഈ കുടുംബ വീട്ടിലോട്ട് സുധി പോകുന്നത് കണ്ടിട്ട് കൊച്ചിലൊക്കെ കണ്ടത് കൊണ്ടായിരിക്കാം കിച്ചു അങ്ങനെ പറഞ്ഞത്. വഴക്കുണ്ടാക്കിയിട്ടാണെങ്കിൽ രാത്രി വരുന്നുള്ള രീതിയിലായിരിക്കാം വീട്ടിൽ വന്ന് കയറുന്നു. അതിന് ഞാനും സുധിയും വഴക്കുണ്ടാക്കിയ തന്നെയും ചേട്ടാ 2 ദിവസം സുധി ചിലപ്പോൾ ഒരു ദിവസം രാത്രി പോയിട്ട് പിറ്റേന്ന് രാവിലെ ആവുമ്പോൾ സുധി ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കാണും. എന്നാലും ഞാനും കയറി മിണ്ടും അത് പോട്ടെ കളഞ്ഞു. അപ്പൊ അമ്മയൊക്കെ പറയും പോട്ടെന്നൊക്കെ പറഞ്ഞത് ഞാൻ കളയും. പിന്നെ ഒരുപാട് ഞാൻ പറയട്ടെ, നോക്കി ലാസ്റ്റ് ടൈം വന്ന പെൺപിള്ളേരാണ്, പെൺപിള്ളേരല്ല പെണ്ണാണ്. കാരണം അതിനൊക്കെ മുന്നേ കുറെ പ്രശ്നങ്ങളുണ്ട് ചേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ലേ, ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞ ശരിയാവത്തില്ലെന്ന് ഞാൻ ഇപ്പോഴും അതാണ് പറയുന്നത്. നമുക്ക് വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.